നിയമങ്ങൾ കാറ്റിൽ പറത്തി മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെയും MLAയുടെയും കാർ യാത്ര. കായിക വകുപ്പ് മന്ത്രി OJ ജനീഷിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗവും കരുനാഗപ്പള്ളി MLA CR മഹേഷുമാണ് നിയമങ്ങൾ ലംഘിച്ച് കാർ യാത്ര നടത്തിയത്. ദൃശ്യങ്ങളിൽ കാർ ഓടിക്കുന്ന മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫും MLAയും സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. അതിനുശേഷം വിശദാംശങ്ങളുമായി രാജ്കുമാർ ചേരും. രാജ്കുമാർ ഉണ്ട് വിവരങ്ങളുമായി. രാജ്കുമാർ, നമ്മളിപ്പോൾ ആ ദൃശ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു. അതിൽ നിരവധി ആളുകൾ വേറെയും ഉണ്ട്, പ്രമുഖരായ ആളുകൾ തന്നെയല്ലേ. എന്തായാലും ഈ അധികാരമുള്ളവർക്ക് എന്തുമാവാം, അവർക്ക് നിയമങ്ങളൊന്നും പാലിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് അവർ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അതെ, ഇതിപ്പോ ഈ മോട്ടോർ വാഹന നിയമങ്ങൾ ആ കാറ്റിൽ പറത്തിയിട്ടുള്ള ഒരു യാത്ര തന്നെയാണ്. ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ജെയ്സൺ ജെയിംസ് തന്നെ പങ്കുവെച്ചപ്പോഴാണ് ഇതിന് കൂടുതൽ ഈ പറയുന്ന ഇപ്പോൾ ഇതിൽ സൂചിപ്പിച്ചതുപോലെ ആ നിയമമൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന നിലയിലേക്ക് വരുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ഈ പുതുപ്പള്ളിയിൽ വെച്ച് ചിത്രീകരിച്ചതാണോ എന്നൊരു സംശയമുണ്ട്. അതാണ് ഇതില് ചാണ്ടി ഉമ്മനും ആ വാഹനത്തിൽ കാറിന്റെ പുറകിൽ ഇരിപ്പുണ്ട്. പക്ഷെ അദ്ദേഹം എന്തായാലും ബാക്ക് സീറ്റിൽ ഇരിക്കുന്നവർക്ക് സീറ്റ് ധരിക്കണമെന്നുള്ള നിയമം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്തായാലും പക്ഷെ CR മഹേഷും അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട MLA കൂടിയാണ്. ജെയ്സൺ ജെയിംസ് ആണെങ്കിൽ ഈ OJ ജനീഷിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം കൂടിയാണ്. കഴിഞ്ഞ ദിവസമാണ് ചീഫ് സെക്രട്ടറി ഒരു സർക്കാർ ജീവനക്കാർക്കുള്ള എല്ലാ ഇതും ഇവർക്കും ബാധകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയത്. അത് തൊട്ടു പിന്നാലെയാണ് ഇവരുടെ ഈ നിയമലംഘനം. ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ജെയ്സൺ ജെയിംസ് തന്നെ പങ്കുവെക്കുകയായിരുന്നു. ഇതില് ഈ ദൃശ്യങ്ങളിൽ ആ ജെയ്സൺ ജെയിംസും സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല, തൊട്ടടുത്തിരിക്കുന്ന CR മഹേഷും സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല. ഇത് മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട പൊതുപ്രവർത്തകർ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതില് മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാവുന്നത്. ഈ നിയമങ്ങൾ അവർക്കാകാമെങ്കിൽ തനിക്കായിക്കൂടെ എന്നൊരു തോന്നൽ വരുന്നത്. നിയമം കർശനമായി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. ആ കേരളത്തിൽ തന്നെയാണ് ഈ ഭരണത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ ഭരണാനുകൂലമായി കാര്യങ്ങൾ കൊണ്ടുപോകുന്നവർ, സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നവർ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് ജനങ്ങളെ കൂടി വഴിതെറ്റിക്കുന്നത്.